നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നടക്കുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെ തന്നെയല്ല, നമ്മുടെ ചുറ്റുമുള്ള എന്തും നമുക്ക് ഇഷ്ടമാണല്ലേ. നമുക്ക് നമ്മളുള്ള ആത്മവിശ്വാസം പോകുന്നത് എപ്പോഴാണ്? നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കാതെ വരുമ്പോൾ നമ്മളുള്ള ആത്മവിശ്വാസം എല്ലാം നമുക്ക് ചോർന്നു പോകും. നമ്മുടെ ഈ മനസ്സെന്ന് പറയുന്നത് ഭയങ്കര പവർഫുള്ളായിട്ടൊരു ടൂളാണ്. അതായത് നമ്മുടെ ഈ മനസ്സിന് തന്നെ നമ്മളെ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് നമുക്ക് വിജയത്തിലോട്ട് എത്തിച്ചേരാനും അതുപോലെ തന്നെ പരാജയത്തിലേക്ക് നയിക്കുവാനും നമ്മുടെ ഈ മനസ്സിലെ ചിന്തകൾക്ക് സാധിക്കും. അതുകൊണ്ട് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും പഠിക്കേണ്ട ഒരു കാര്യം എന്ന് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ പല പല പേടി, ഭയം, ദേഷ്യം, അങ്ങനെ പല നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാകും. ഇതിനെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നോ ആ രീതിയിലായിരിക്കും നമ്മുടെ ചുറ്റുമുള്ളവർ നമ്മളെ അംഗീകരിക്കുന്നത്. ആദ്യമായിട്ട് നമ്മളൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ആ പ്രശ്നത്തെ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യുക. റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ പകുതി പ്രശ്നം അവിടെ പോയി കിട്ടി. ആ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മളത് മുന്നോട്ട് എങ്ങനെ തിരുത്തുമെന്ന് വേണം നോക്കാൻ. പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അല്ലാതെ അയ്യോ എനിക്ക് ഈ ഗതി വന്നല്ലോ, ഇനി ഞാൻ എന്ത് ചെയ്യും എന്ന് നെഗറ്റീവായിട്ട് നമ്മൾ മനസ്സിൽ പറയാതെ കുഴപ്പമില്ല, ഇതിൽ നിന്ന് എനിക്ക് നല്ല ആത്മവിശ്വാസം വരും, എൻ്റെ മനസ്സിന് ശക്തി കൂടും എന്നൊക്കെ നമ്മൾ വിചാരിച്ചുകൊണ്ട് തന്നെ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിച്ച് ആ പ്രശ്നത്തിൽ നിന്ന് നമ്മൾ എങ്ങനെ പുറത്ത് കടക്കാമെന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്, അല്ലേ? അതുപോലെ തന്നെ നമുക്ക് പേടി, ഭയമൊക്കെ വരുമ്പോൾ, നമുക്ക് പല പല ദേഷ്യം വരുമ്പോഴൊക്കെ നമുക്ക് നമ്മളിൽ തന്നെ പല പല രീതികളിൽ നമുക്കതൊക്കെ ഒഴിവാക്കാൻ പറ്റും. ഒന്നാമത് ബ്രീത്തിങ് എക്സസൈസ്. നമുക്ക് നമ്മുടെ മൂക്കിൽ കൂടി ചെറുതായിട്ട് നമുക്ക് ബ്രീത്തിങ് അകത്തോട്ട് എടുത്തിട്ട് നമുക്കാണെങ്കിൽ നമ്മുടെ വായിക്കൂടി ശ്വാസം പുറത്ത് വിടുക, അല്ലെങ്കിൽ ഡീപ്പ് ബ്രീത്തിങ് എടുത്ത് കുറച്ച് സമയം നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് പിന്നെ നമ്മളത് പുറത്ത് വിടുക. ഈ എക്സസൈസുകൾ കൊണ്ടൊക്കെ തന്നെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ആ മനസ്സിലുണ്ടായിരുന്ന ആ വികാരങ്ങളെയൊക്കെ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. നമ്മൾ ഏറ്റവും ഉദാഹരണമായിട്ട് നമുക്ക് ഏറ്റവും പ്രധാനമായി എടുക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നോക്ക്, നദിയിലെ വെള്ളം അതിൻ്റെ ഒഴുക്ക് എങ്ങോട്ടാ? അതെപ്പോഴും മുന്നോട്ടല്ലേ ഒഴുകത്തുള്ളൂ. അതൊരിക്കലും ആ ഒഴുക്ക് തിരിച്ചു വരത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും നമ്മളത് തിരിഞ്ഞു നോക്കാതിരിക്കുക. പ്രശ്നങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴാണ് നമുക്ക് അതിലങ്ങ് മുങ്ങിത്താഴ്ന്ന് പോകാൻ തോന്നുന്നത്. ആ പ്രശ്നങ്ങളിൽ നമ്മൾ പുറകെ തന്നെ വിട്ടുകൊണ്ട് ആ പ്രശ്നങ്ങൾ നമ്മൾ എങ്ങനെ മുന്നോട്ട് നീങ്ങാൻ പറ്റും, എങ്ങനെ നമുക്ക് ആ പ്രശ്നത്തെ നേരിടാൻ പറ്റുമെന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്, അല്ലേ? അപ്പം നമ്മുടെ പ്രശ്നങ്ങളിൽ നമ്മൾ മുങ്ങിത്താഴ്ന്നു പോകാതെ നമ്മുടെ ചുറ്റുമുള്ളവരിൽ നിന്നും നമ്മളിൽ നിന്ന് തന്നെ നമ്മൾ പല പല നല്ല കാര്യങ്ങൾ എടുത്തുകൊണ്ട് തന്നെ ആ പ്രശ്നത്തെ നേരിട്ട് നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുവാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ബൈ.